താങ്ക് യു. അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസ് ഇന്ത്യയുടെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. ഈ ഒരു മാസം സിസ്റ്റമാറ്റിക്കായിട്ട് ഇതുവരെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിച്ചു. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. അടുത്ത ആഴ്ചയും ദൈവം അനുവദിച്ചാൽ കാണും. അതിനുശേഷം കുറച്ച് യാത്രകളായിരിക്കും. ഞാൻ നമ്മുടെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ ക്വിക്ക് അനൗൺസ്മെൻറ്റ്സ്. ഈ നാളെയാണ് നമ്മുടെ കൊച്ചിയിലെ ഉണർവ് ടെൻറ്റ്, നമ്മുടെ ഇംഗ്ലീഷിലെ വേർഷിപ്പ് ആൻഡ് വേർഡ് 21 ഡേ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയറിൻ്റെ അവസാനത്തെ ദിവസമാണ്. നിങ്ങളുടെ കൊച്ചിയിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ അറിയിക്കണം. ഞാൻ പോസ്റ്റർ നമ്മുടെ ഗ്രൂപ്പിലിടാം. നമ്മുടെ ടെൻറ്റ് വളരെ അനുഗ്രഹപ്രദമായി പോകുന്നു. നാളെ നമ്മുടെ സ്ഥലം പോരാതെ വണ്ണമാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ദൈവം ഓരോ പ്രാവശ്യം എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്നു. അതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. വരാൻ സാധിക്കുന്നവരോടൊക്കെ ഉണർവ് ടെൻറ്റിന് വേണ്ടി വരാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത ആഴ്ചയായിരിക്കും നമ്മുടെ പെരുമ്പാവൂരിലെ മീറ്റിംഗ് തുടങ്ങുന്നത്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. കർത്താവിന് വേണ്ടി യുവജനങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനെക്കുറിച്ചുള്ളത് ഞാൻ അടുത്ത ആഴ്ച അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ 15ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ആക്ട്സ് ചാപ്റ്റർ 13. ഭൂമിയുടെ അറ്റത്തോളം പെരുകുന്ന സഭ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വിഷയം പൗലോസിൻ്റെ ആദ്യത്തെ മിഷണറി യാത്രയുടെ തുടക്കം. അതാണ് ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. പൗലോസിൻ്റെ മിഷണറി യാത്രകളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വളരെ സിമ്പിൾ, ലളിതമായ ഭാഗങ്ങളാണ്. ഇതിനകത്ത് വലിയ ആത്മീയ രഹസ്യങ്ങളൊന്നുമില്ല. പക്ഷെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഇത് വായിക്കുമ്പോൾ നമ്മൾ പോയി ശിഷ്യന്മാരെ ഉണ്ടാക്കണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അല്ലാതെ കുറച്ച് അറിവ് സമ്പാദിക്കുക എന്നുള്ളതല്ല. കർത്താവിന് വേണ്ടി ഭൂമിയുടെ അറ്റത്തോളം, നമ്മുടെ സർക്കിളിൽ നമ്മളാൽ ആവോളം ആളുകളോട് സുവിശേഷം പറഞ്ഞ് കർത്താവിലേക്ക് കൊണ്ടുവരണം. ശിഷ്യന്മാരെ നമുക്ക് വളർത്തി എടുക്കണം. അപ്പോൾ ഇന്ന് 13ാമത്തെ അധ്യായമാണ്. ഞാൻ അതിനൊരു ചെറിയ ഔട്ട്ലൈൻ, ഈ ലാസ്റ്റ് ഭാഗത്തിൻ്റെ ഔട്ട്ലൈൻ പെട്ടെന്നൊന്ന് തരാം. മെയിൻ ഔട്ട്ലൈൻ നിങ്ങളിപ്പോൾ കാണാതെ പഠിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എന്നാൽ ഭൂമിയുടെ അറ്റത്തോളം പോകുന്ന ആ സഭ, പെരുകുന്ന സഭയുടെ അവസാന ഭാഗം 13 മുതൽ 28 വരെയുള്ള അധ്യായങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷൻ. 13ാമത്തെ അധ്യായത്തിൻ്റെ 1ാമത്തെ വാക്യം മുതൽ 14ാമത്തെ അധ്യായത്തിൻ്റെ 28ാമത്തെ വാക്യം വരെയാണ് പൗലോസിൻ്റെ ആദ്യത്തെ മിഷണറി യാത്ര. പൗലോസ് എല്ലാം കൂടെ ചേർന്ന് 3 മിഷണറി യാത്രയാണ് ചെയ്തത്. ചിലർ പറയുന്നു 4 മിഷണറി യാത്ര ഉണ്ടായിരുന്നു, അത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ രേഖപ്പെടുത്താത്തത് കൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. 3 മിഷണറി യാത്രകളാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം 13 മുതൽ 14 വരെ. പിന്നെ യെരുശലേം കൗൺസിലാണ് 15ാമത്തെ അധ്യായത്തിൽ. യെരുശലേം കൗൺസിൽ. 2ാമത്തെ മിഷണറി യാത്ര 15ാമത്തെ അധ്യായത്തിൻ്റെ പകുതി മുതൽ 18ാമത്തെ അധ്യായത്തിൻ്റെ പകുതി വരെ. അതാണ് 2ാമത്തെ മിഷണറി യാത്ര. 3ാമത്തെ മിഷണറി യാത്ര 18ാമത്തെ അധ്യായത്തിൻ്റെ 23 മുതൽ 21ാമത്തെ അധ്യായത്തിൻ്റെ 16ാമത്തെ വാക്യം വരെ. പിന്നെ അതിനുശേഷം പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്ര. അവിടെയാണ് അവസാനം തൻ്റെ കർത്താവിന് വേണ്ടി, താൻ സ്നേഹിച്ച കർത്താവിന് വേണ്ടി തൻ്റെ ജീവൻ അവസാനം കൊടുക്കുകയാണ്. അപ്പോൾ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു മിനിസ്ട്രി പൗലോസിനുണ്ടായിരുന്നു. വളരെ ഇഫക്റ്റീവായിട്ടുള്ള മിനിസ്ട്രി. അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, അനേക ശിഷ്യന്മാരെ വളർത്തിയെടുത്തവനാണ് പൗലോസ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കണം നമ്മൾ. അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരണം, അനേകരെ ശിഷ്യത്വത്തിലേക്ക് നമ്മൾ വളർത്തിയെടുക്കണം. അങ്ങനെയെങ്കിൽ അവസാനമാകുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. ഇതെല്ലാം വായിച്ചേച്ച് 1ാം മിഷണറി യാത്ര, 2ാമത്തെ മിഷണറി യാത്ര, 3ാമത്തെ മിഷണറി യാത്ര കാണാതെ പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. പിന്നെയോ നമ്മളൊരു മിഷണറിയായി കർത്താവിന് വേണ്ടി എവിടെ കർത്താവാക്കി വെച്ചിരിക്കുന്നു അതിനു വേണ്ടി പോകണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ഒരു ചൊല്ലുണ്ട്, സം പീപ്പിൾ മേക്ക് തിങ്സ് ഹാപ്പൻ, സം വാച്ച് തിങ്സ് ഹാപ്പൻ വൈൽ അതേഴ്സ് വണ്ടർ വാട്ട് ഹാഡ് ഹാപ്പൻഡ്. അനേകർ പറയുന്നൊരു കാര്യം, പണ്ട് തൊട്ട് നമ്മൾ കേട്ടൊരു കാര്യം, സം പീപ്പിൾ മേക്ക് തിങ്സ് ഹാപ്പൻ, സം പീപ്പിൾ വാച്ച് തിങ്സ് ഹാപ്പൻ വൈൽ അതേഴ്സ് വണ്ടർ വാട്ട് എവർ ഹാപ്പൻഡ്. നമ്മൾ ഏത് കൂട്ടത്തിലാണ് പെടുന്നത് പ്രിയമുള്ളവരെ? ഡു വി മേക്ക് തിങ്സ് ഹാപ്പൻ, ഓർ ഡു വി വാച്ച് തിങ്സ് ഹാപ്പൻ, ഓർ ആർ വി വണ്ടറിങ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് എന്താ കർത്താവേ നടക്കുന്നത്? അങ്ങനല്ല. കർത്താവിനോട് ചേർന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വി നീഡ് ടു മേക്ക് സർട്ടൻ തിങ്സ് ഹാപ്പൻ. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം. കർത്താവിനോട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചാൽ ഗോഡ് വിൽ ഡു മൈറ്റി തിങ്സ് ത്രൂ അസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ പടമാണ് പൗലോസിൻ്റെ ആദ്യത്തെ മിഷണറി യാത്ര.
സിറിയ ആന്റിയോക്കിലാണ് തുടങ്ങുന്നത്. നമ്മൾ അന്ത്യോക്യയിലെ സഭയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അവിടെ നിന്നാണ് പൗലോസിനെയും ബർണബാസിനെയും കൂടെ പ്രാർത്ഥിച്ചയക്കുന്നത്. സിറിയയിലെ അന്ത്യോക്യയിൽ നിന്ന് നേരെ പോകുന്നത് കുപ്രോസ് ദ്വീപിലാണ്. കുപ്രോസ് ദ്വീപ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാഗമാണ് ബർണബാസിന്റെ ഹോം ടൗൺ. അവിടുന്ന് പാഫോസിൽ നിന്ന് പിന്നെ പോകുന്നത് ഏഷ്യ മൈനർ. അപ്പോൾ ഫസ്റ്റ് മിഷണറി ജേർണി എന്ന് പറയുന്നത് 2 വർഷക്കാലം. ഇത് വായിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും ഇതെല്ലാം കൂടെ 3 ദിവസം കൊണ്ട് തീർന്നു. അല്ല, ഇത് 2 വർഷത്തെ യാത്രയാണ് ഫസ്റ്റ് മിഷണറി ജേർണി. അപ്പോൾ എന്തുമാത്രം മാറി നിന്നു ഒന്ന് ഓർത്തു കൊള്ളണം, എന്തുമാത്രം യാത്ര ചെയ്തു എന്നുള്ളത് ഓർത്തു കൊള്ളണം. AD 46 മുതൽ AD 48 വരെ ആ സമയങ്ങളിലാണ് പൗലോസിന്റെ ആദ്യത്തെ മിഷണറി യാത്ര. അപ്പോൾ കുപ്രോസ് ദ്വീപിൽ നിന്ന് തുടങ്ങി അവിടുന്ന് നേരെ പല സിറ്റീസ് ഇൻ ഏഷ്യ മൈനർ തിരിച്ച് അന്ത്യോക്യയിലേക്ക് വന്നു. അതാണ് ഫസ്റ്റ് മിഷണറി യാത്ര. ഓക്കെ, അതാണ് ഫസ്റ്റ് മിഷണറി യാത്ര. എല്ലാം കൂടെ ചേർന്ന് 1200 മൈല് യാത്ര ചെയ്യുന്നു. 1200 മൈലിൽ നിങ്ങൾ പറയും ഇതൊന്നുമില്ല, പക്ഷെ അന്ന് ഫ്ലൈറ്റ് ഇല്ല എന്ന് ഓർത്തുകൊള്ളണം. കപ്പല്, റോഡ്, നടപ്പ് എല്ലാം വലിയ ദുർഘടകരമായ അവസ്ഥകൾ, ദുർഘടമായ വഴികളിലൂടെയാണ് യാത്ര ചെയ്തത്. എല്ലാം കൂടെ ചെയ്ത് 1200 മൈല്. നിങ്ങൾ ഇതൊക്കെ വായിക്കുമ്പോഴല്ലോ എൻ്റെ പ്രാർത്ഥന, നമ്മുടെ ഉള്ളിൽ ഒരു തീ കത്തണം, നമ്മുടെ ഉള്ളിൽ ഒരു എരിവ് കയറണം. കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്ത ഈ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അതേ ആത്മാവല്ലയോ എൻ്റെ അകത്തും വസിക്കുന്നത്. ആ ആത്മാവ് ആ ഒരു മനുഷ്യനെ അങ്ങനെ ആക്കാമെങ്കിൽ നമുക്കും കഴിവതും കർത്താവിന് വേണ്ടി ഓടുകയും അധ്വാനിക്കുകയും ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഈ അന്ത്യകാലമാണ്, നമുക്കിനി അധികം സമയമില്ല. ഉള്ള സമയമൊക്കെ കർത്താവിന് വേണ്ടി നന്നായിട്ട് ഓടണം. ഓക്കെ, നമുക്ക് ഇനി ടെക്സ്റ്റിലേക്ക് കടക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അന്ത്യോക്യയിലെ സ്പിരിച്വൽ ലീഡേഴ്സിനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, ഒന്ന് ബർണബാസിനെ കുറിച്ച് ഇനി ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ബർണബാസിനെ നല്ലപോലെ അറിയാം, പ്രബോധന പുത്രൻ. 2, ശിമിയോൻ, അതായത് നീഗർ എന്ന് അറിയപ്പെട്ട ശിമിയോനെ കുറിച്ച് നീഗർ എന്ന് പറയുന്നതിൻ്റെ കാരണം അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു, അതിനാണ് നീഗർ എന്ന് പറയുന്നത്. സിമിയൻ കോൾ നൈഗർ, ഡാർക്ക് സ്കിൻഡ്, കറുത്ത വർഗ്ഗക്കാരനായിരുന്നു. അദ്ദേഹവും ഈ ഒരു ആഫ്രിക്കൻ സ്ഥലത്തിൽ നിന്ന് വരാനാണ് സാധ്യത. നമ്മുടെ കുറേനക്കാരനായ ശീമോനാണെന്നുള്ളതിന് തെളിവില്ല കേട്ടോ. ചിലർ പറയും ആയിരിക്കാം, പക്ഷെ തെളിവൊന്നുമില്ല. ഇദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരൻ. അപ്പോൾ ഇദ്ദേഹം കറുത്ത വർഗ്ഗക്കാരനായിരുന്നെങ്കിലും അവിടുത്തെ ഒരു ലീഡറായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലിയുടെ കളറിനകത്തൊന്നും ഒരു കാര്യവുമില്ല, എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ലീഡർഷിപ്പിൽ ഏത് കുടുംബത്തിൽ നിന്ന് വന്നു, ഏത് പാരമ്പര്യത്തിൽ നിന്ന് വന്നു, എന്താണ് കളർ, എന്താണ് നിൻ്റെ പശ്ചാത്തലം, ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല. കർത്താവ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ കുറേനക്കാരനായ ലൂക്യോസ്, അത് 3-ാമത്തെ. 4-ാമത്തെ ആളിനെ ശ്രദ്ധിച്ചോണം, മനായിൻ എന്നാണ് പറയുന്നത്. മനായിൻ ആരാന്നറിയാമോ? ഹെരോദാവിനോട് കൂടെ വളർത്തപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു അരിസ്റ്റോക്രാറ്റാണ്, സാധാരണക്കാരനല്ല. ഹെരോദാവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ട്. ഹെരോദാവിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നില്ല. ദൈവരാജ്യത്തിന് ഒരുപാട് പ്രയാസമുണ്ടാക്കിയ അപ്പോസ്തലന്മാരെ കൊല്ലിച്ച ഹെരോദാവിൻ്റെ കൂടെ കൊട്ടാരത്തിൽ വളർന്ന മനുഷ്യനാണ് മനായിൻ. എന്ന് പറഞ്ഞാൽ നീ ഒരേ അവസ്ഥയിൽ നിന്നായിരിക്കും വളർന്നത്, പക്ഷെങ്കിൽ 2 ദിശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു കുടുംബത്തിലായിരിക്കും പിറന്നത്, പക്ഷെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടന്നാൽ നിനക്കൊരു ആത്മീയനായി വളരാനും ഒരു ആത്മീയ നേതാവായി വളരാനുള്ള സ്കോപ്പ് നിനക്കുണ്ട്. ഒരുത്തൻ ഏത് വഴിക്ക് പോയി? സഭയെ പീഡിപ്പിക്കുന്നവനായി. അതേ ഒരു അവസ്ഥയിൽ നിന്ന് വളർന്ന വേറൊരുവൻ, ഒരു അരിസ്റ്റോക്രാറ്റ്, കർത്താവിൻ്റെ സഭയിൽ ഒരു മൂലക്കല്ലായി മാറി എന്നുള്ളതാണ് അതിൻ്റെ ഇത്. പിന്നെ അവസാനം ശൗലിനെ കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. ശൗൽ 9-ാമത്തെ അധ്യായത്തിലാണ് മാനസാന്തരം ഉണ്ടാകുന്നത്. 7-ാമത്തെ അധ്യായത്തിൽ എന്താണ് സംഭവിച്ചത്? സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. 9-ാമത്തെ അധ്യായത്തിൽ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് രൂപാന്തരം ഉണ്ടാകുന്നു. 13-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിനെ ലോഞ്ച് ചെയ്യുവാണ് ശുശ്രൂഷയിലേക്ക് വലിയൊരു അപ്പോസ്തലനെ വിടാൻ പോകണം. ലോകം കണ്ടെടുത്തേക്ക് ഏറ്റവും വലിയ അപ്പോസ്തലനെ വിടാൻ പോവുകയാണ്. എന്നാൽ പലപ്പോഴും ഈ 9 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ചിന്തിക്കും പെട്ടെന്ന് അങ്ങ് തീർന്നു, ഇതൊരു ഉണ്ടല്ലോ, ഒരു വർഷത്തിനുള്ളിൽ ഇദ്ദേഹം ഒരു അപ്പോസ്തലനായി. ഇത് 1-2 വർഷം കൊണ്ട് അപ്പോസ്തലനായതല്ല. ഇദ്ദേഹം 10 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷമാണ് ഇദ്ദേഹത്തെ കർത്താവ് റെഡിയായി അങ്ങോട്ട് അയക്കുന്നത്. അപ്പോൾ ഗോഡ് ഹാസ് എ ടൈം ഓഫ് പ്രിപ്പറേഷൻ. കർത്താവുമായി ആരെങ്കിലും ഒരു ബന്ധത്തിലായിക്കഴിഞ്ഞാൽ ഉടനെ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടരുത്, വലിയ അബദ്ധമാണ്.
ദർ ഇസ് എ ടൈം ഓഫ് പ്രിപ്പറേഷൻ. 10 വർഷം ഗമാലിയലിന്റെ പാദപീഠത്തിൽ പഠിച്ചവനായതുകൊണ്ട് സകലവും ഈ ന്യായപ്രമാണം സംഭവിച്ചു വളരെ ജ്ഞാനമുണ്ടെങ്കിലും കർത്താവിൻ്റെ ബൈബിൾ സ്കൂളിൽ 10 വർഷം പഠിച്ചേ ഒക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു നല്ല പാഠമാണ്. ഇറ്റ് ടേക്സ് ടൈം ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എൻ അപ്പോസ്റ്റൽ. എന്നിട്ട് അതിനെക്കുറിച്ച് ഈ ഇത്രയും പേര് ഈ ലീഡേഴ്സ് ഉണ്ടെങ്കിൽ ലീഡേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം: അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ഇച്ചിരൂടെ ആക്യുറേറ്റ്, വൈൽ ദേ വർ മിനിസ്റ്ററിങ് ടു ദ ലോർഡ്. അതാണ് പദം കേട്ടോ. അവർ ആർക്കാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്? ദേ വർ മിനിസ്റ്ററിങ് ടു ദ ലോർഡ്. ആളുകളെ ശുശ്രൂഷിച്ചെന്നല്ല പറഞ്ഞത്, പിന്നെയോ കർത്താവിനെ ശുശ്രൂഷിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ദി ഓഡിയൻസ് ഓഫ് ഓൾ സ്പിരിച്വൽ മിനിസ്ട്രി ഈസ് ദ ലോർഡ്. എൻ്റെ ഒന്നാമത്തെ ഓഡിയൻസ്, എൻ്റെ ശുശ്രൂഷയുടെ ഒന്നാമത്തെ ഓഡിയൻസ് ആരാണ്? കർത്താവാണ്. ഇപ്പം നിങ്ങൾ ഇത്രയും പേര് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. എൻ്റെ ആദ്യത്തെ മിനിസ്ട്രി ആരോടാണ്? കർത്താവിനോട്. ഞാൻ പ്രസംഗിക്കുമ്പോൾ 10,000 പേരുണ്ടെന്ന് വിചാരിച്ചാലും മൈ ഓഡിയൻസ് ഇസ് ദി ഓഡിയൻസ് ഓഫ് വൺ. ഈ കർത്താവിനോട് നമ്മൾ ശുശ്രൂഷിക്കുമെങ്കിൽ എന്താണ് സംഭവിക്കുന്ന പ്രിയമുള്ളവർ? ഒന്നാമത് കോംപ്രമൈസ് വരത്തില്ല. ആളുകളെ പ്രീതിപ്പെടുത്തുന്നതിൻ്റെ കാര്യമൊന്നുമില്ല എനിക്ക്. കാരണം എൻ്റെ ഓഡിയൻസ് ആരാ? എൻ്റെ ഓഡിയൻസ് കർത്താവാണ്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇന്ത്യയുടെ പുറത്ത് കുറച്ചാൾ മുമ്പ്, ജസ്റ്റ് ഫ്യൂ വീക്സ് ബാക്ക്, ഞാൻ ഒരു യൂത്ത് ക്യാമ്പിൽ പ്രസംഗിക്കുമായിരുന്നു. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ യൂത്ത്സ് എന്നോട് പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്നും ദൈവവചനത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല, അതുകൊണ്ട് ഇത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇതുവരെ ഞങ്ങൾ ഇത്രയും ക്യാമ്പിന് പോയിട്ട് ഇത്രയും ശക്തമായി ഉറപ്പോടെ വേറൊരാൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ ഈ പുറയിലൊക്കെ പോകുമ്പോൾ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകൾ പുഷ് ബാക്ക് ചെയ്തില്ല. കാരണം ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സൈഡ് അങ്ങ് തിരിഞ്ഞു, ഇതൊന്നും കേൾക്കാൻ വയ്യ, ഇതൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ പുഷ് ബാക്ക് വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരണം എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ കാലങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചോളം ആ കാലമൊക്കെ കഴിഞ്ഞു. എനിക്കിപ്പോൾ ആളുകൾ പുഷ് ബാക്ക് ചെയ്യുന്നുണ്ടോ, ആളുകൾക്ക് ഇറിറ്റേഷൻ വരുന്നുണ്ടോ, ആളുകൾ കൈ അടിക്കുന്നുണ്ടോ, ഇതെന്നെ സംബന്ധിച്ചോളം ഇതൊന്നും വിഷയമല്ല. എനിക്കൊരു വിഷയമേ ഉള്ളൂ. ഞാൻ പ്രസംഗിച്ച് കഴിയുമ്പോൾ കർത്താവിനോട് ഞാൻ ചോദിക്കും, കർത്താവേ, നീ ആഗ്രഹിച്ചതാണോ ഞാൻ പറഞ്ഞത്? യെസ് ഓർ നോ. ഇതല്ലാതെ എനിക്ക് വേറൊരു വിഷയമില്ല. ആളുകൾക്കത് ഇഷ്ടപ്പെട്ടോ, അവർക്കതിന് ബുദ്ധിമുട്ടായോ, അവർ കൈയടിച്ചോ, അവരുടെ മനസ്സാക്ഷിക്ക് അത് കുത്തുകൊണ്ടോ, ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമല്ല. എനിക്കൊരൊറ്റ വിഷയമാണ്, കർത്താവ് പറഞ്ഞത് ഞാൻ അതേപടി പറഞ്ഞു, കർത്താവ് പ്രസാദിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കണം. എല്ലാം കഴിയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയണം, ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിച്ച് നീ പറഞ്ഞു, ഞാൻ അയച്ചെടുത്ത് നീ പോയി, നീ കോംപ്രമൈസ് ചെയ്ത്. അങ്ങനെ ശുശ്രൂഷിക്കണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു മിനിസ്റ്റർ ടു ദ ലോർഡ്. I preach to an audience of one. I sing to an audience of one. അതുകൊണ്ട് ഇനി ആൾക്കൂട്ടം ചെറുതായാലും വലുതായാലും എനിക്ക് വിഷയമില്ല. ആളുകൾ ഏത് വെറൈറ്റി ടൈപ്പ് ആണെങ്കിലും എനിക്ക് വിഷയമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വിഷയമില്ല. അവരിനി വീണ്ടും വിളിച്ചില്ലെങ്കിലും നമുക്ക് വിഷയം. കാരണം എന്നാ? നമ്മുടെ ഓഡിയൻസ് ഇസ് ആൻ ഓഡിയൻസ് ഓഫ് വൺ. അപ്പോൾ ഒന്നാമത് ഈ അന്ത്യോക്യ സഭയുടെ പ്രത്യേകത, ദേ വർ മിനിസ്റ്ററിങ് അൺ ടു ദ ലോർഡ്. ഈ മക്കദോന്യ വിശ്വാസികളെ കുറിച്ച് എങ്ങനെയാ പറയുന്നത് അറിയാം? അതൊന്ന് വായിക്കാം. ദ മാസഡോണിയൻ ബിലീവേഴ്സ് 1 കൊരിന്ത്യർ 8:5 ഇപ്രകാരം പറയുന്നു: അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല, അവർ മുമ്പേ ഫസ്റ്റ് തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. സോ ദർ മിനിസ്ട്രി വാസ് ഫസ്റ്റ് ടു ദ ലോർഡ് ആൻഡ് ദെൻ ടു ദി അതേഴ്സ്. അപ്പം മക്കദോന്യ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ നല്ല മാതൃകയാണ്. അവരുടെ വിശ്വാസം എങ്ങനെയാണ്? ആദ്യം കർത്താവിനും. അപ്പോൾ നമ്മൾ സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മൾ മിനിസ്ട്രിയിൽ ശുശ്രൂഷിക്കുമ്പോൾ, നമ്മൾ എന്ത് ചെയ്താലും ആദ്യം കർത്താവിങ്കിൽ, തങ്ങളെ തന്നെ കർത്താവിനും. പിന്നെ നല്ല മോഡലാണ് പ്രിയമുള്ളവരെ, ഫസ്റ്റ് ടു ദ ലോർഡ് ആൻഡ് ദെൻ ടു അതേഴ്സ്. പിന്നെ അവിടെ പറയുന്നത്, അവർ കർത്താവിനെ ശുശ്രൂഷിച്ചു. രണ്ടാമത് അവിടെ ഇരിക്കുന്ന അവർ ഉപവാസത്താലും പ്രാർത്ഥനയാലും. ഉപവാസവും പ്രാർത്ഥനയും ഒരു വിശ്വാസിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്. യേശു കർത്താവ് ഒരിക്കലും തൻ്റെ ശിഷ്യന്മാരോട് നിങ്ങൾ പ്രാർത്ഥിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഉപവാസത്തിലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ബാധ ഒഴിഞ്ഞു പോകത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ നിങ്ങൾ ഉപവസിക്കണമെന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ അവർ ഉപവസിക്കുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി താൻ അറിഞ്ഞിരുന്നു.
എന്ന് പറഞ്ഞാൽ ഹി അസ്യൂംഡ് ബൈ ഡിഫോൾട്ട് ദാറ്റ് ഹിസ് ഡിസൈപ്പിൾസ് വുഡ് ഫാസ്റ്റ്. അതിനെക്കുറിച്ച് യാതൊരു സംശയവും വേണ്ട. ഒരു വിശ്വാസിയുടെ ജഡത്തെ ക്രൂശിക്കാൻ ഏറ്റവും നല്ല സ്പിരിച്വൽ ഡിസിപ്ലിനാണ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. ചുമ്മാതെ അങ്ങ് അങ്ങ് സ്റ്റാർവ് ചെയ്യുക എന്നുള്ളതല്ല, പക്ഷെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുകയും പല കാര്യത്തിനോട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ കൊച്ചിയിലെ ഇവൻറ്റിന് മുമ്പ് 21-ാം തീയതി 21 ദിവസം ഉപവസിക്കുകയാണ്. ചിലർ ഫുൾ ഡേ ഫാസ്റ്റിംഗ്, ചിലർ ഹാഫ് ഡേ ഫാസ്റ്റിംഗ്, ചിലർ 1 മീൽ ഫാസ്റ്റിംഗ്, ചിലർ ചില കാര്യം. പക്ഷേ ഉപവാസത്തിലൂടെ ഒരുപാട് കർത്താവ്. കാരണം എന്നാണെന്നറിയോ? യു നോ വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ യു ആർ ഫാസ്റ്റിംഗ്? നമ്മൾ ഉപവസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ ലോകവുമായി ഡിസ്കണക്ട് ചെയ്ത് കർത്താവിനോട് കണക്ട് ചെയ്യുന്ന ഒരു വലിയ അനുഭവമാണ് ഈ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു നല്ല എൻകറേജ്മെൻറ്റ് തരികയാണ്. യു ഹാവ് ടു സേ നോ ടു ദ തിങ്സ് ഓഫ് ദ വേൾഡ് ടു ഗെറ്റ് കണക്റ്റഡ് ടു ഗോഡ്. ഇത് നല്ലൊരു സ്പിരിച്വൽ ഡിസിപ്ലിനാണ്. ഇതൊരിക്കലും നിയമവാദം. ഡോണ്ട് ബി ലീഗലിസ്റ്റിക് അബൌട്ട് ഇറ്റ്. അയ്യോ ഇങ്ങനെ ചെയ്താലേ ഒക്കത്തുള്ളൂ, അങ്ങനല്ല. അത് ജാതികൾ ചെയ്യുന്ന പരിപാടിയാണ്. വി ആർ നോട്ട് ലീഗലിസ്റ്റിക് അബൌട്ട് ഇറ്റ്. പക്ഷെങ്കിൽ ഇത് നല്ലൊരു സ്പിരിച്വൽ ഡിസിപ്ലിൻ. അപ്പോൾ അങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് നിയോഗം കൊടുത്തു. രണ്ടാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇവിടെ എല്ലാം വായിക്കുമ്പോൾ ബർന്നബാസും ശൗലും, ബാർണബസ് ആൻഡ് സോൾ, അതാണ് ഓർഡർ കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, കാരണം അത് കുറച്ച് കഴിയുമ്പോൾ അത് തിരിയും. വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിലേക്ക് ചെന്ന് അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. സോ ഒന്നാമത് ഞാൻ ചോദിക്കുന്നത്, വാട്ട് ഡസ് എ സ്പിരിറ്റ് ലെഡ് ചർച്ച് ലുക്ക് ലൈക്ക്? ഒരു പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു സഭയെ കണ്ടാൽ എങ്ങനെ അറിയാം? അപ്പൊ പലരും പല കാര്യങ്ങൾ പറയും, ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം. ഞാൻ വളരെ ലളിതമായിട്ട് പറയട്ടെ. ഈ ഒരു അന്ത്യോക്യയിലെ സഭയുടെ വെളിച്ചത്തിൽ വളരെ ലളിതമായിട്ട് പറയാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദേ സ്റ്റഡീഡ് ഗോഡ്സ് വേർഡ്. ദൈവവചനം അവർ പഠിച്ചു. 2, ദൈവവചനം അവരനുസരിച്ചു. ഇത്രയേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു വിശ്വാസി ലക്ഷണം എന്താ? 1, ദൈവവചനത്തോടുള്ള സ്നേഹം. 2, ദൈവവചനത്തോടുള്ള അനുസരണം. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ഈ 2020 ഇന്നലെ രാത്രി ഞങ്ങൾക്കൊരു തിരുവല്ലയിൽ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, ഇംഗ്ലീഷിലൊരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, വെള്ളിയാഴ്ച വൈകുന്നേരങ്ങൾ. അപ്പം ഞാൻ ഇന്നലെ അവരോടെല്ലാം പറഞ്ഞു, നമ്മൾ ചിലപ്പോൾ പഠിച്ച് ഒരുപാട് ഇൻ്റലക്ച്വൽ നോളജ്. ഈ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രത്യേകത കർത്താവ് തന്നെ പറഞ്ഞ, നോളജ് വിൽ ഇൻക്രീസ്. അറിവ് ഒരുപാട് വർദ്ധിക്കും. അപ്പോൾ ബൈബിളിൻ്റെ കാര്യങ്ങളിലും നമുക്ക് ഒരുപാട് നോളജാണ്. ഏതൊക്കെ വെറൈറ്റി, ഏത് എക്സ്പോസിഷൻ വേണോ, ഏത് ഇൻഡക്ഷൻ, എല്ലാ പരിപാടിയുണ്ട്, വിച്ച് ഇസ് വെരി ഗുഡ്. എന്നാൽ ഈ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അനുസരണം വർദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ചിന്തിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ശനിയാഴ്ച രാവിലത്തെ ബൈബിൾ സ്റ്റഡിയിൽ കയറി വന്നിരിക്കുന്നവരോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 2023 കർത്താവ് നമ്മളോട് പറഞ്ഞതെല്ലാം അനുസരിച്ചോ? ചോദ്യം 1. കർത്താവ് പറഞ്ഞ സകല കാര്യങ്ങളും അനുസരിച്ചോ? അനുസരിക്കാതെ 2024 കർത്താവിനോട് ചേർന്ന് പുതിയ തലങ്ങളിലേക്ക് യാത്ര ചെയ്യാമെന്ന് ആരും ചിന്തിക്കരുത്. The Lord demands complete obedience. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുസരിക്കണം. അനുസരിക്കാതെ 2024 വിജയമില്ല. അത് മാത്രം കർത്താവ് എന്നോട് പറയരുത്. ഈ വിഷയം ഒഴികെ ബാക്കി എന്തും നോ. കംപ്ലീറ്റ് ഒബീഡിയൻസ്. ദാറ്റ് ഈസ് ദ മാർക്ക് ഓഫ് എ സ്പിരിറ്റ് ലെഡ് ചർച്ച്. അപ്പോൾ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ബർന്നബാസിനെയും ശൗലിനെയും തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് വേണ്ടി വേർതിരിപ്പീൻ, സെപ്പറേറ്റ് ഫോർ മീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി വേലയ്ക്കായി അവരെ വേർതിരിപ്പീൻ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു വർക്ക് ഫോർ ദ ലോഡ്, ഇഫ് യു വാണ്ട് ടു ലേബർ ഇൻ ദ മിനിസ്ട്രി ഓഫ് ദ ലോഡ്, യു ഹാവ് ടു ബി സെപ്പറേറ്റഡ്. കർത്താവിന് വേണ്ടി വേറിട്ടവരായിരിക്കണം. നമ്മൾ പലരുടെയും ഉള്ളിൽ ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പ്രിയമുള്ളവരെ, ദ സീക്രട്ട് ഓഫ് ഇഫക്റ്റീവ് മിനിസ്ട്രി ഇസ് സെപ്പറേഷൻ. വേർപാടില്ലാത്തവന് ശുശ്രൂഷിക്കാനൊക്കത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള പ്രശ്നം, കർത്താവിന് വേണ്ടി നമുക്ക് വേല ചെയ്യണമെന്നുണ്ട്, എന്നാൽ ചില കാര്യങ്ങളിൽ നിന്ന് വേർവിടുവാൻ നമുക്ക് പ്രയാസമാണ്. ചില ബന്ധങ്ങളോട് നോ പറയാൻ വയ്യ.
ചില ചില ശീലങ്ങളോട് നോ പറയാൻ വയ്യ. ചില ഫോംസ് ഓഫ് എൻ്റർടൈൻമെൻറ്റ് നമുക്ക് എല്ലാം വേണം, നമുക്ക് വേലയും ചെയ്യണം, ഇതൊക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നറിയോ, വർഷം മുഴുവൻ നമുക്ക് തോന്നുന്ന പോലെയൊക്കെ നമുക്ക് ആവശ്യം നമ്മുടെ ജഡത്തിന് വേണ്ടി നമ്മൾ അങ്ങ് ജീവിക്കും. എന്നിട്ട് അവസാനം വർഷത്തിൽ ഒരിക്കൽ മിഷൻ ട്രിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് പോകും. അങ്ങനെ ഒരിക്കലും കർത്താവിൻ്റെ വേലയിൽ ഇഫക്റ്റീവ് ആകാനൊക്കത്തില്ല. ഇഫ് യു വാണ്ട് ടു സെർവ് ഗോഡ്, ദ സീക്രട്ട് ഓഫ് ഇഫക്റ്റീവ് സർവീസ് ഈസ് സെപ്പറേഷൻ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വേർപാടുള്ളവരായിരിക്കണം. സെപ്പറേറ്റ് അൺ ടു മീ. ഇഫ് യു വാണ്ട് ടു ബി ഓഫ് യൂസ് ടു ദ മാസ്റ്റർ, യു ഹാവ് ടു ബി സെപ്പറേറ്റഡ് ഔട്ട് ഓഫ് ദിസ് വേൾഡ്. അപ്പോൾ ദൈവത്തിൻ്റെ തക്ക സമയത്ത് പൗലോസും ബർണബാസും അവിടുത്തെ ലീഡിങ് ടീച്ചേഴ്സാണ്. ദൈവത്തിൻ്റെ സമയമായപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, സമയമായി, ഇറ്റ് ഇസ് ടൈം ഫോർ യു ടു ലോഞ്ച്. അവരുടെ ഏറ്റവും നല്ല ടീച്ചേഴ്സാണ് കേട്ടോ. പക്ഷേ ദൈവം അവരോട് പറയുമ്പോൾ അന്ത്യോക്യ വിട്ടേ പറ്റത്തുള്ളൂ. ഞാനോ നിങ്ങളോ വല്ലോ ആ സഭയിൽ പൗലോസും ബർണബാസും പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, കർത്താവെ, ഈ പുള്ളികളെ അല്ലാതെ വേറെ ആരെ വേണേലും വിടാം, ഇവർ ഞങ്ങളുടെ മെയിൻ പാസ്റ്റേഴ്സ് ആൻഡ് പ്രീച്ചേഴ്സാണ്, ഇവരെ ഞങ്ങൾ വിട്ടു തരത്തില്ല. അങ്ങനൊന്നും ഒക്കത്തില്ല. വെൻ ഗോഡ് ഡിമാൻഡ്സ്, യു ഹാവ് ടു സെൻഡ്. ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് സെലൂഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ നിൽക്കുന്നത്. അതിൻ്റെ കാരണം അവിടെ അന്ത്യോക്യയിലെ പോർട്ട് അതാണ് അവിടുത്തെ പോർട്ട്. സെക്കൻഡ് സ്റ്റോപ്പ് കുപ്രോസ് ദ്വീപിൻ്റെ പ്രത്യേകത ബർണബാസിൻ്റെ ഹോം ടൗൺ ആണ്, ബർണബാസിൻ്റെ നാടാണ്. അങ്ങോട്ടാണ് അവർ പോയത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പൗലോസിൻ്റെ മിഷണറി യാത്രകളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, ജാതികളുടെ ഇടയിലെ മിഷണറി ആണല്ലോ പൗലോസ്, അല്ലേ? ജാതികളുടെ ഇടയിൽ കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് തിരഞ്ഞെടുത്ത പാത്രമാണ് പൗലോസ്. എന്നാൽ എവിടാ തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എവിടെ പോയാലും തുടങ്ങുന്നത് സിനഗോഗിലാണ്. എവിടെ പോയാലും തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവർ, ഞാനിത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുകയാണ്. മുമ്പ് ഞാനൊന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? പണ്ടൊരിക്കൽ കർത്താവ് പറഞ്ഞു, ആദ്യം നിങ്ങൾ യെരുശലേമിൽ എൻ്റെ സാക്ഷികൾ ആകണം. നമ്മൾ ചിലപ്പോൾ ഈ ആത്മീയത കൂടിയുണ്ടല്ലോ, നമ്മുടെ പഴയ ബന്ധങ്ങൾ മുഴുവൻ മുറിച്ച് മാറ്റും. പിന്നെ അവിടെ ചെന്നൊന്ന് പ്രസംഗിക്കണമെന്ന് വിചാരിച്ചാൽ ഒട്ടും നടക്കത്തുമില്ല. മനസ്സിലായോ? പൗലോസിനെ സംബന്ധിച്ചോളം എന്താ സംഭവിച്ചത്? ആദ്യമേ സിനഗോഗിൽ, ഫസ്റ്റ് ഇൻ ജെറൂസലേം, ഫസ്റ്റ് ടു ദ ജൂ, ദെൻ ടു ദ ജെൻറ്റൈൽ. അപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സർക്കിൾ ഓഫ് ഇൻഫ്ലുവൻസിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റരുത്. മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ പ്രസംഗിക്കാനുള്ള നമ്മുടെ ഓപ്ഷൻ പോവും. അപ്പോൾ ആദ്യം അവിടെ ചെല്ലും, അതിന് ശേഷമാണ് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പോയത്. ഇവിടെ പുതിയൊരു കഥാപാത്രമുണ്ട്, യോഹന്നാൻ മർക്കോസ് ഇവരോട് കൂടെ ചേരുകയാണ്. അപ്പോൾ ഒരു ചെറിയ പയ്യനുണ്ട്, യെരുശലേമിൽ നിന്നാണ്, ബർണബാസിൻ്റെ കസിനാണ്. അപ്പോൾ ആ ബർണബാസിൻ്റെ കസിൻ ഓടി വന്ന് പറയുകയാണ്, ഞാനിവിടെ വരാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു മൂവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര തീഷ്ണതയാണ്. ചെറുപ്പക്കാരൻ്റെ തീഷ്ണത കാരണം ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, എനിക്ക് ഐ വോണ്ട് ടു സെർവ് ദ ലോഡ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ ചാടി കയറി ഇവരോട് കൂടെ ചേർന്നു കേട്ടോ. ഇദ്ദേഹമാണ് മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഇദ്ദേഹമാണ് മർക്കോസിൻ്റെ സുവിശേഷം എഴുതിയത്. ഓക്കെ, ഇനിയും ഈ വലിയ വേല തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. ദ ചർച്ച് ഇസ് ഗോയിങ് ടു ബി ലോഞ്ച് ടു ദി എൻഡ്സ് ഓഫ് ദ എർത്ത്. ഭയങ്കര ഏറ്റവും വലിയ മിഷണറിമാർ അങ്ങോട്ട് യാത്ര ചെയ്ത് തുടങ്ങുകയാണ്. യാത്ര ചെയ്ത് തുടങ്ങുമ്പോൾ പ്രശ്നം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തുടങ്ങും പ്രശ്നം. എങ്ങനെയാണ് പ്രശ്നം? പുറത്തു നിന്നുള്ള പ്രശ്നം, അകത്തു നിന്നുള്ള പ്രശ്നം. രണ്ട് പ്രശ്നങ്ങളാണ്, എക്സ്റ്റേണൽ പ്രോബ്ലംസ് ആൻഡ് ഇന്റേണൽ പ്രോബ്ലംസ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. തുടങ്ങുന്നത് കള്ളപ്രവാചകന്മാരുടെ പ്രശ്നമാണ്. 6-ാമത്തെ വാക്യം, വേഴ്സ് 6. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്നു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനോ ആയ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു. അവർ ബർണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ എലീമാസ് എന്ന വിദ്വാൻ, ഇതാകുന്നു അവൻ്റെ പേരിൻ്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തുകൊള്ളുവാൻ ശ്രമിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ബർയേശു എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ദൈവമക്കൾ എവിടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, ശുശ്രൂഷ എവിടെ ആരംഭിക്കാൻ തുടങ്ങുന്നു, ഇമ്മീഡിയറ്റ്ലി യു വിൽ സീ എ സേറ്റാനിക് ഓപ്പോസിഷൻ. ദൈവത്തിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ പിശാചിൻ്റെ ഒരു ഓപ്പോസിഷൻ. കാരണം എന്നാ, നമ്മൾ വെറുതെ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും വിഷയമല്ല, ഒന്നുമില്ല. എന്നാൽ സാത്താൻ്റെ മേഖലകളിലേക്ക് നമ്മൾ ചെല്ലാൻ പോയാൽ, സുവിശേഷം അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് നമ്മൾ പറയാൻ ശ്രമിച്ചാൽ, ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഒരിക്കലും ഇല്ലാത്ത പ്രശ്നങ്ങൾ തുടങ്ങും. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ഗോയിങ് ടു ഡിസ്റ്റർബ് ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. അന്ധകാരത്തിൻ്റെ ശക്തികളോട് നമ്മൾ പോരാടുന്നതാണ് ഈ സുവിശേഷം.
അപ്പോൾ ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത്? പാഫോസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പാഫോസ് എന്ന് പറഞ്ഞാൽ അധർമ്മം നിറഞ്ഞിരിക്കുന്ന ഒരു പട്ടണമാണ്. ആഫ്രോഡൈറ്റ്, വീനസിന്റെ ആരാധനയുള്ള ഒരു സ്ഥലം. അവിടെ ചെല്ലുമ്പോൾ ബർ യേശു, ഈ ബാർ ജീസസ് എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം സൺ ഓഫ് സാൽവേഷൻ കേട്ടോ, അതാണ് അതിന്റെ അർത്ഥം, ബാർ യേശു. അപ്പോൾ പേര് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ബാർ ജീസസ് എന്നായിരിക്കും, പക്ഷെ കള്ളപ്രവാചകനാ. അതുകൊണ്ട് പേര് നല്ല പേരാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇവന്മാരെല്ലാം നല്ല പ്രവാചകന്മാരാരാ അന്ന് ആരും ചിന്തിക്കരുത്. ഇദ്ദേഹം ചെയ്തത് എന്താ? ഇദ്ദേഹം ഒരു കള്ളപ്രവാചകനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഈ പല പരിപാടി, ശിമിയോനെ പോലെ പല പരിപാടികളുള്ളത് അദ്ദേഹം തൻ്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി ഉപയോഗിച്ചു. അദ്ദേഹം സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഒരു റോമ ദേശാധിപതി, ഒരു വെരി പവർഫുൾ മാനുമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആയി. കാരണം എന്നാ, എപ്പോഴും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, കള്ളപ്രവാചകന്മാർ ദേ വിൽ ഓൾവേസ് ട്രൈ ടു ഗെറ്റ് ഇൻഫ്ലുവൻസ് ദോസ് ഹു റൂൾ. കള്ളപ്രവാചകന്മാരുടെ ഒരു പ്രത്യേകത, പെട്ടെന്ന് അവർ പൊളിറ്റീഷ്യൻസുമായിട്ടൊക്കെ അങ്ങ് ചേരാൻ തുടങ്ങും. അവരുടെ കൂടെ നടക്കാൻ ശ്രമിക്കും. അവർക്ക് വേണ്ടി ഒരു എക്സ്ട്രാ പ്രാർത്ഥന അവരുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുക. നല്ല ഉദ്ദേശത്തോടാണെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. പക്ഷെ സാധാരണ ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശ്രമമാണ്. കാരണം അവർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി ഇച്ചിരൂടെ ഒന്ന് കൊഴുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്ത. ഇങ്ങനെയുള്ള പുള്ളികളെ ഒത്തിരി സൂക്ഷിക്കണം കേട്ടോ. അവർ ദേ വിൽ ഓൾവേസ് ട്രൈ ടു ഇൻഫ്ലുവൻസ് ദോസ് ഹു റൂൾ. ഇത് തന്നെയാണ് ബർ യേശു എന്ന് പറയുന്ന ആൾ ചെയ്തത്. അപ്പോൾ സെർഗിയോസ് പൗലൂസ് എന്ന് പറയുന്ന ആൾ ഒരു ഭയങ്കര നല്ല ഒരു, കൊർണേലിയസിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ട്രൂ സീക്കറാണ്. അദ്ദേഹം ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് സത്യം അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ പുതിയൊരു കോൺസെപ്റ്റ് പറയുന്ന ബർണബാസിനെയും ശൗലിനെയും കണ്ടപ്പോൾ പറഞ്ഞു, ഇങ്ങോട്ട് വാ, എനിക്ക് നിങ്ങളുടെ പ്രസംഗം കേൾക്കണം. പക്ഷെങ്കിൽ ആ പ്രസംഗം കേൾക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എലിമാസ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദി, വിദ്വാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ബാർ ജീസസ് എന്ന് പറയുന്ന ആളിൻ്റെ മറ്റേ പേരാണ് എലിമാസ് എന്താണ് പറയുന്നത്? തടയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ സുവിശേഷം കേൾക്കുവാൻ ചില ദേശാധിപതിമാരൊക്കെ കാത്തിരിക്കുകയാണ്. ഇതിൻ്റെ തടസ്സമായി നിൽക്കുന്നത് ആരാണ്? തടസ്സമായി നിൽക്കുന്നത് ചില കള്ളപ്രവാചകന്മാരാണ്. ഇന്നും പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, അനേകർ കർത്താവിനെ അറിയും, പക്ഷെ തടസ്സമായി നിൽക്കുന്ന കുറെ കള്ളപ്രവാചകന്മാരുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ സുവിശേഷവുമായിട്ട് ചെല്ലാൻ ആഗ്രഹിക്കുന്നു, അവിടെ വേറൊരു സുവിശേഷവുമായി നിൽക്കുന്ന ചില കള്ളപ്രവാചകന്മാരുണ്ട്. അപ്പോൾ ദ ഓപ്പോസിഷൻ ഇസ് ദെയർ. Leading people to Christ is not an academic exercise. It's an all-out war against the forces of darkness. ഇത് യുക്തിപരമായ ഉള്ള ഒരു എക്സസൈസ് മാത്രമല്ല, ദൈവത്തിങ്കിലേക്ക്, കർത്താവിങ്കിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇത് ശക്തികളോട് പോരാടുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് സുവിശേഷം നമുക്കൊന്ന് പറയാൻ എന്ത് പ്രയാസമാണെന്നറിയോ? ചിലപ്പോൾ ലളിതമായ സുവിശേഷം ഒന്ന് പറയാൻ ഇതൊന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ആളുകളുടെ ബുദ്ധിമുട്ട്. മിനിഞ്ഞാന്ന് ഒരു പെൺകുട്ടി എന്നെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, അച്ചാച്ചാ, എൻ്റെ ഭർത്താവിനെ ഞാൻ നമ്മുടെ ഉണർ ടെൻറ്റിനൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കും, വരത്തില്ല, വിൽ നോട്ട് കം. ഭയങ്കര റെസിസ്റ്റൻസാ, എന്താണെന്നറിയത്തില്ല. ആ സമയമാകുമ്പോൾ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതൊരു ആത്മീയമായ ഒരു പോരാട്ടമാണ്. അതുകൊണ്ടാണ് നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ മാംസരക്തങ്ങളോടല്ല. our war is not, we are not fighting against flesh and blood. We are fighting against the principalities. അപ്പോൾ സുവിശേഷമായിട്ട് നിൽക്കുന്നവർ, it is a war against the forces of darkness. അപ്പോൾ ഒരു കാര്യം പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. സെർഗിയോസ് പൗലോസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇതൊരു പഴയ ഇൻസ്ക്രിപ്ഷൻ, സോളോയ് എന്ന് പറയുന്നത് ഫസ്റ്റ് സെഞ്ച്വറിയിൽ ഡേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ക്രിപ്ഷൻ, സോളോയിൽ കണ്ടുപിടിച്ച ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് സെർഗിയോസ് പൗലോസിന്റെ ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. ഹി ഓൾസോ ഓൾട്ടേർഡ് ദ സെനറ്റ് ബൈ മീൻസ് ഓഫ് ആക്സസേഴ്സ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രൊക്കൺസോൾ പൗലോസ്. ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഫസ്റ്റ് സെഞ്ച്വറി, ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും അദ്ദേഹം ചെയ്തൊരു കാര്യം, ഇതൊന്നും ബിബ്ലിക്കൽ അല്ല ഞാൻ ഈ പറയുന്ന, ഇത് ഹിസ്റ്ററി, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ വേദപുസ്തകം ഒരു ചരിത്ര പുസ്തകമാണ്, ഒരു കെട്ടുകഥയല്ല എന്ന് പറയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് എങ്ങനെയാണ്? അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ, ഇവിടാണ് പൗലോസ് എന്നുള്ള പേര് ഇൻട്രൊഡ്യൂസ് ആകുന്നത്. ശൗൽ എന്നുള്ള പേര് പൗലോസ് എന്നുള്ള പേര് റോമ പേരാണ് കേട്ടോ, റോമൻ നെയിം. എന്തുകൊണ്ടാണ് ശൗല് പേര് മാറ്റിയത്? ഒരു പക്ഷെങ്കിൽ ജാതികളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു റോമൻ നെയിം ആയിരിക്കും ഇച്ചിരി ഈസിലി ആക്സസബിൾ എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം പേര് മാറ്റിയത്. അപ്പോൾ പൗലോസ് എന്ന് പേരുള്ള ശൗല് പരിശുദ്ധ പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർ വഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാകുകയില്ലയോ?
ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വരും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ചു നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു വിശ്വസിച്ചു. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തേക്ക് പിറകേക്ക് പോയി ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അതുകൊണ്ട് ഉറപ്പാണ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എതിർപ്പുകൾ ഉണ്ടായാലും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വിജയം ഉറപ്പാണ്. സുവിശേഷം എവിടെ പ്രസംഗിച്ചിട്ടുണ്ടോ നമ്മുടെ ജോലി പ്രസംഗിക്കുക എന്നുള്ളതാണ്. കർത്താവാണ് ആളുകളെ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല, നമുക്ക് തോന്നും നമ്മുടെ വിഷയം അതല്ല, അത് നാം വിശ്വസ്തരായിരിക്കുക. യു പ്രീച്ച് ദ ഗോസ്പൽ, ഗോഡ് വിൽ ഡു ഇറ്റ്. കാരണം സുവിശേഷത്തെ തടഞ്ഞു നിർത്തുവാൻ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. ഒരു കള്ളപ്രവാചകനും സാധിക്കത്തില്ല, ഒരു നേതാവിനും സാധിക്കത്തില്ല, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. അങ്ങനെ സാധിക്കും എന്ന് വിചാരിച്ച പലരുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ, ഫ്രെഡറിച്ച് നീച്ചെ മുതൽ അനേകർ തുടങ്ങി, ഇതുവരെ അവർ ചെയ്തിട്ടില്ല. 2000 വർഷം കഴിഞ്ഞു, ദൈവത്തിൻ്റെ സഭ മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാർക്കും സാധിക്കത്തില്ല തടഞ്ഞു നിർത്തുവാൻ. അപ്പോൾ ശൗല് പരിശുദ്ധ പൂർണ്ണനായി ഇവരോട് പറഞ്ഞു. എങ്ങനെ അവനെ വിളിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിൻ്റെ നേഴ്വഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ശക്തമായി പറയാൻ ഇന്നത്തെ പ്രവാചകന്മാർക്ക് ആർക്കെങ്കിലും ഗട്സ് ഉണ്ടോ? നമ്മൾ എന്നാ പറയുമെന്നറിയോ? ഏറ്റവും വലിയ കള്ളനെ നോക്കിയിട്ട് പറയും, കർത്താവ് നിനക്ക് വേണ്ടി പുതിയ വാതിൽ തുറക്കുന്നതെന്നേ പറയത്തുള്ളൂ. അത്രയും നമുക്ക് പറയാനൊക്കത്തുള്ളൂ. നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവൊന്നും അല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ്. എന്നാ വ്യക്തമായിട്ടാണ് പറയുന്നതെന്നറിയോ? എന്നാ വ്യക്തമായിട്ടാണ് പറയുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടൊരു മനുഷ്യനാണ്, വലിയ പവർഫുൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അവരെ നോക്കിയിട്ട് പറയും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ്റെ പ്രത്യേകത, ഹീസ് മിനിസ്റ്ററിങ് അൺ ടു ഗോഡ്. അവൻ ദൈവത്തോടാണ് അവൻ്റെ ശുശ്രൂഷ മുഴുവൻ. അല്ലാതെ ഇവനെ പ്രീതിപ്പെടുത്തിട്ട് ഇവനെ എന്നാൽ പിന്നെ ഇവൻ കുറച്ച് പേരെയും കൂടെ നാളെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്നുള്ള ഉദ്ദേശമൊന്നും അല്ല പൗലോസിന്. ഉള്ളതുപോലെ പറയാനുള്ള ശക്തി. എന്നാൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ബർ യേശുവിനോട് പറയുമ്പോൾ, നീ അല്പസമയത്ത് നീ കുരുടനായിരിക്കുമെന്ന്. അല്പസമയം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഇന്നും നിന്നോട് കരുണ കാണിക്കാൻ താല്പര്യമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. മുഴുവനായി നിന്നെ കുരുടനാക്കി മുഴുവനാക്കുക എന്നുള്ളതല്ല. എന്നാൽ ഈ ഒരു പണിഷ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ തിന്മയ്ക്കായി ഉദ്ദേശിച്ച് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് പറഞ്ഞ പോലെ ബർ യേശു നിന്നത് മുഴുവൻ തടസ്സത്തിനാണ്. പക്ഷെ ആ തടസ്സത്തിന് നിന്നത് കൊണ്ട് ഒരു അത്ഭുതം അവിടെ നടന്നു. ആ അത്ഭുതം നടന്നതുകൊണ്ട് സെർഗ്യോസ് പൗലോസ് യഥാർത്ഥമായി കർത്താവിൽ വിശ്വസിച്ചു. ഈ എക്സ്ട്രാ ബിബ്ലിക്കൽ സോഴ്സസ് നമ്മൾ നോക്കുമ്പോൾ സെർഗ്യോസ് പൗലോസിൻ്റെ മകൾ സെർഗ്യോസ് പൗള, അവളും ഒരു നല്ല വിശ്വാസിയായി മാറി, വിശ്വാസിയായി ജീവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ കുടുംബസമേത കർത്താവിങ്കിലേക്ക് ഒരു റോമാക്കാരൻ, ഒരു പവർഫുൾ മാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു. അതിനോട് ചേർത്ത് ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. തടസ്സങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ. സുവിശേഷത്തിന് തടസ്സങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക. അവർ തിന്മയ്ക്കായി ഉദ്ദേശിക്കുന്നത് മുഴുവൻ കർത്താവ് തൻ്റെ നാമത്തിൻ്റെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. യാതൊരു സംശയവുമില്ല. എവിടൊക്കെ ബ്ലോക്ക് ഇട്ടാലും എന്തൊക്കെ ലോ ഇറക്കിയാലും കർത്താവ് അതും തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി കൂടി വ്യാപരിപ്പിക്കും. സംശയം വേണ്ട. ചരിത്രത്തിലേക്ക് നോക്കിയാൽ മതിയല്ലോ. ചിലരെയൊക്കെ കൊല്ലും, ചിലരെയൊക്കെ ജയിലിലാക്കും. ഇതെല്ലാം കർത്താവ് തൻ്റെ നാമത്തിൻ്റെയും തൻ്റെ രാജ്യത്തിൻ്റെ വ്യാപൃതിക്കായി കർത്താവ് എടുത്ത് ഉപയോഗിക്കും. സംശയങ്ങളൊന്നും വേണ്ട. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് ചാലഞ്ചസ് ആർ നോട്ട് ജസ്റ്റ് എക്സ്റ്റേണൽ. അപ്പോൾ ബർ യേശു എന്ന് പറയുന്നവനുണ്ട്, അവൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, പുറത്തു പോകുന്നുണ്ട്. സോ ദ ചാലഞ്ചസ് ആർ നോട്ട് ജസ്റ്റ് എക്സ്റ്റേണൽ. പക്ഷേ ഇപ്പോൾ എന്തോ ചാലഞ്ചസ് എന്ന് അറിയോ? ചാലഞ്ചസ് ആർ ഇന്റേണൽ. എന്താണ്? പെട്ടെന്ന് കൂടെ നടന്നൊരു പാർട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, എടാ ഇത് എനിക്ക് പറ്റിയ പണിയല്ല, ഞാൻ നേരെ യെരുശലേമിലല്ല എന്റെയൊക്കെ പോയി ഞാൻ അവിടെ ഉണ്ടല്ലോ ബൈബിളൊക്കെ വായിച്ചിരുന്നോളാം എന്ന് പറഞ്ഞു. യോഹന്നാൻ മർക്കോസ് ചാടി എഴുന്നേറ്റ് വന്നതാണ്. വന്ന വഴി അദ്ദേഹം സ്ഥലം വിട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പണിക്ക് ഞാൻ ഇല്ല. ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്കൊക്കെ പോകുമ്പോഴേ ഈ മീറ്റിങ്ങും പരിപാടിയൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് യങ്സ്റ്റേഴ്സ് വന്നിട്ട് പറയും, നിങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് കൂടണം. കാരണം നിരന്ന് നിന്ന് പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് അവർക്ക് അങ്ങ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ജെനുവിനാ, ഞങ്ങൾക്ക് കൂടണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ വാ, നമുക്ക് ആളുകളെ ആവശ്യമുണ്ട്. അവരൊരു 2-3 മാസം നിന്ന് കഴിയുമ്പോൾ പറയാടാ, ഇത് എല്ലാ ദിവസവും പാട്ട് സ്റ്റേജും ഒന്നും അല്ല പരിപാടി, അത് 5% ഉള്ളൂ. 95% സ്പൂക്കർ പൊക്കുകയോ അവിടെ ചെല്ല്, ഇവിടുത്തെ പ്രശ്നം അവിടുത്തെ പ്രശ്നം ഇത് തന്നെയാണ്. ഇത് അങ്ങോട്ട് കണ്ടു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പേര് പയ്യെ അങ്ങ് വലിയും. എന്നിട്ട് പറയും, എടാ ഇത് നമുക്ക് പറ്റിയ
പണിയൊന്നുമല്ല. അതുകൊണ്ട് അവർ പയ്യെ വേറെ വഴിക്കങ്ങ് പോകും. യോഹന്നാൻ മർക്കോസ് ഇങ്ങനെ തന്നെ നല്ല ഉദ്ദേശത്തോടെ തന്നെ ഇറങ്ങി പുറപ്പെട്ടവനാ. പക്ഷെങ്കിൽ വഴിയിൽ ഈ പ്രശ്നമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തു, ഇത് ഈ പരിപാടിക്കല്ലല്ലോ ഞാൻ സൈനപ്പ് ചെയ്തത്. ഞാൻ ഓർത്തു ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം വരും, ആളുകൾ എല്ലാവരും അന്യഭാഷകളിലൊക്കെ സംസാരിക്കും, എല്ലാവരും കൂടെ നിന്ന് നല്ല സന്തോഷത്തോടെ ഇരിക്കും. ഇങ്ങനൊരു ദുർഘടകരമായ അവസ്ഥകളൊക്കെ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ മിഷണറി യാത്രയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇത് എനിക്ക് പറ്റിയ പണിയല്ല. പുള്ളി സ്ഥലം വിട്ടു. പക്ഷെ ദൈവത്തിൻ്റെ കൃപ എത്ര വലുതാണെന്നുള്ളത് ഇനി വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് കാണാം. അപ്പം എന്നെ പോലുള്ളവർ, യോഹന്നാൻ മർക്കോസിനെ പോലൊക്കെ ഇടയ്ക്കൊക്കെ ഇട്ടേച്ച് പോയാലും കർത്താവിൻ്റെ കൃപ നമ്മുടെ പിന്നാലെ ഉണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇടയ്ക്ക് ഇട്ടേച്ച് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ദ ലോർഡ് ഈസ് പെർസ്യൂയിങ് യു. അപ്പം എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും സുവിശേഷ വേല ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയത്, ഇത് ഇനി മതി, ഈ പരിപാടി എന്നെ കൊണ്ട് ഒക്കത്തില്ല, നിരാശയുടെ അനുഭവത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് രാവിലെ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈസ് ദെയർ ഫോർ യു. മടങ്ങി വരാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരു അവസരം. അപ്പോൾ സഭ എന്ന് പറയുന്നത് അകത്തും പുറത്തുമായിട്ടുള്ള അനേക പ്രയാസങ്ങളിലൂടെ കടന്നുപോകും. മിനിസ്ട്രി ഈസ് ടഫ്. ക്രിസ്തീയ മിനിസ്ട്രി, ഇഫ് യു വാണ്ട് ടു ഡു മിനിസ്ട്രി, കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വേല കർത്താവിൻ്റെ വഴിയിൽ ചെയ്യണമെങ്കിൽ ഇത് ദുർഘടകരമായ ഒരു വഴിയാണ്. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ്സ് നോട്ട് മെന്റ് ഫോർ എവരി. ഇത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ വളരെ പ്രതിഫലമുള്ള ഒരു വഴിയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ വഴി. ഓക്കെ. പക്ഷെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇനി എതിർപ്പുകൾ എവിടെ നിന്നുണ്ടായാലും, അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഉണ്ടായാലും, അവസാനം ക്രിസ്തുവിൻ്റെ സുവിശേഷം വിജയിക്കും, യാതൊരു സംശയവും വേണ്ട. ഇനിയും പൗലോസിൻ്റെ പ്രസംഗം, ഞാൻ അധികം ഇതിനകത്തോട് ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. പൗലോസിൻ്റെ പ്രസംഗം ഞാൻ പറയുകയാണ്. ഞാനിത് വാക്യങ്ങൾ വായിക്കുന്നില്ല, ഇവിടെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ വായിക്കുന്നില്ല. ഞാൻ അത് വളരെ സമ്മറി ആയിട്ട് പറയാം, കാരണം സമയം മുന്നോട്ട് പോയല്ലോ. വളരെ സമ്മറി ആയിട്ട് 3 കാര്യങ്ങൾ മാത്രം പറയാം. ആഫ്റ്റർ വിസിറ്റിംഗ് ഈ ബർണബാസിൻ്റെ ഹോം ഗ്രൗണ്ട്, ബർണബാസിൻ്റെ പ്രദേശത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പോകുന്നത് ഏഷ്യ മൈനർ. അത് പൗലോസിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. ആ സ്ഥലത്ത് പല പട്ടണങ്ങളിലേക്ക് പോകുന്നു. അവർ പെർഗായിൽ ഈ പോയ വഴിക്ക് പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ അവർ തിരിച്ചു വരുന്ന വഴിയിൽ അവർ പ്രസംഗിക്കും കേട്ടോ. അപ്പോൾ ഈ പെർഗയിൽ നിന്ന് പിസിഡിയൻ ആന്റിയോക്ക്, ഈ അന്ത്യോക്യ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അന്ത്യോക്യ അല്ല, ഇത് പിസിഡിയൻ ആന്റിയോക്ക. ഈ ആന്റിയോക്കിലേക്ക് പോകുന്നത് ഒരു 100 മൈൽ ദൂരമുണ്ട്. ഈ 100 മൈൽ ദൂരത്തിന് മുമ്പ് യോഹന്നാൻ മർക്കോസ് പോയത് നന്നായി, അല്ലെങ്കിൽ പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേനെ. ഈ 100 മൈൽ യാത്ര അവസാനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. കുത്തനെയുള്ള കയറ്റം, കള്ളന്മാർ മുഴുവൻ, ആകെ പ്രശ്നങ്ങളാണ്, അസുഖങ്ങൾ, എല്ലാ ടൈപ്പിലെ വെറൈറ്റി, മലേറിയ മുതൽ സകലതും പിടിക്കാൻ സാധ്യതയുള്ള ഒരു വല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു 100 മൈല് അവർ അവസാനം നടന്ന് പോയെന്നാണ്, അല്ലെങ്കിൽ ത്രൂ റോഡ്, ഇനി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ത്രൂ വയ റോഡ്, ഒരുപാട് ദുർഘടകരമായ ഒരു സ്ഥലം പിസിഡിയൻ ആന്റിയോക്കിൽ പോയി അദ്ദേഹം പ്രസംഗിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം പെട്ടെന്ന് ഞാൻ പറയാം. യഹൂദന്മാരോട് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒന്നാമത് പറയുന്നു, ജീസസ് ഇസ് ദ കൾമിനേഷൻ ഓഫ് ഹിസ്റ്ററി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ആദ്യം തൊട്ടങ്ങ് പറഞ്ഞു തുടങ്ങുകയാണ്. എന്താണ്? മിസ്രൈമിൽ നിന്ന് എങ്ങനെ യഹൂദന്മാരെ കർത്താവ് വിടുവിച്ചു എന്നുള്ള കാര്യം പറയുന്നു. അത് കഴിഞ്ഞ് മരുഭൂമിയിലൂടെ എങ്ങനെ നടത്തിയെന്ന് പറയുന്നു. പിന്നെ എങ്ങനെ ദൈവം ന്യായാധിപന്മാരുടെ കാലം എപ്പോൾ വന്നെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതിനെല്ലാം അവർ തലയാട്ട്, ഓക്കെ, കറക്റ്റ്. അപ്പം അവർക്ക് അറിയാവുന്ന കോണ്ടെക്സ്റ്റിൽ നിന്ന് ഇങ്ങനെ എല്ലാം പറയാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഈ ന്യായാധിപന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ രാജാക്കന്മാരുടെ കാലം വന്നു. അവർ പറഞ്ഞു, യെസ്, കറക്റ്റ്. രാജാക്കന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു, ദാവീദ്. എന്നിട്ട് ദാവീദിനോട് പറഞ്ഞു, നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായിരിക്കും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാ, പിന്നെ നേരെ വന്ന് പറയും, ഇതിൻ്റെ കൾമിനേഷൻ എവിടാന്നറിയാമോ? ദാവീദിൻ്റെ സന്തതിയായ യേശു ക്രിസ്തുവിലാണ് ചരിത്രത്തിൻ്റെ കൾമിനേഷൻ. ഇങ്ങനെയാണ് വന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസസ് ജീസസ് ആസ് ദ കൾമിനേഷൻ ഓഫ് ഹിസ്റ്ററി. ഇന്നും അനേകരുണ്ടല്ലോ, വലിയ തത്വജ്ഞാനികളും ബുദ്ധിരാക്ഷസന്മാരും പലരും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഇതെല്ലാം എങ്ങോട്ടാണ് ഇതിൻ്റെ എല്ലാം പോക്ക്? എല്ലാവരും ചിന്തിക്കുന്നത്, എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നു, എല്ലാ ദിവസവും ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നു, സീസൺസ് ആർ ചേഞ്ചിങ് ആസ് ഇറ്റ് ഇസ്, വാട്ട് ഈസ് ദ കൾമിനേഷൻ? അപ്പോൾ അങ്ങനത്തെ ചോദ്യത്തിന് ഉത്തരമാണ് പൗലോസ് പറയുന്നത്, ഇതിൻ്റെ എല്ലാം കൾമിനേഷൻ ക്രിസ്തു ആണെന്നുള്ളത്. ദ കൾമിനേഷൻ ഓഫ് ഹിസ്റ്ററി ഇസ് ക്രൈസ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ജീസസ് ദ ഫുൾഫിൽമെന്റ് ഓഫ് പ്രോഫസി. അപ്പോൾ ഒന്ന് പറയുന്നത് ജീസസ് ദ കൾമിനേഷൻ ഓഫ് ഹിസ്റ്ററി, ചരിത്ര പുരുഷനാണ് യേശു ക്രിസ്തു. പിന്നെ പറയുന്നത് പ്രവചന പുരുഷനാണ് യേശു ക്രിസ്തു. എന്നിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പറയാണ്, അവൻ്റെ ദാവീദിൻ്റെ സന്തതിയിൽ. എന്നിട്ട് ഓരോ സ്ക്രിപ്ചർ കൂട്ടി ഇത് പറഞ്ഞു, ഇതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞതെന്നറിയാമോ? ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അവരുടെ തിരുവെഴുത്തിൽ നിന്ന് അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. വളരെ വ്യക്തമായി പറയണം. എന്നിട്ട് പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം
പൗലോസ് പറയാണ് എന്താണ്? ഫൈനലി ജീസസ് ദ ജസ്റ്റിഫയർ ഓഫ് സിനേഴ്സ്. യേശുക്രിസ്തു ചരിത്ര പുരുഷൻ, ചരിത്രത്തിന്റെ കൾമിനേഷൻ, അവസാനം ഇസ് ദ കൾമിനേഷൻ ഓഫ് ഓൾ പ്രോഫസി. അവസാനം പറയുന്നത് ജീസസ് ദ ജസ്റ്റിഫയർ ഓഫ് സിനേഴ്സ്. 32 ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ആകയാൽ ഹേ നിന്ദക്കാരെ നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് നശിച്ചു പോകുവീൻ. നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങളോട് വിവരിച്ചാൽ നിങ്ങൾ വിശ്വസിക്കാത്ത പ്രവൃത്തി തന്നെ എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഭവിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവസാനം പറയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. അപ്പോൾ ചരിത്രത്തെ എല്ലാം പറഞ്ഞു ഈ നിയമം, മോശയ്ക്ക് ദൈവം കൊടുത്ത നിയമം, ഇതൊരു മനുഷ്യന് പാലിക്കാൻ സാധിക്കത്തില്ല. നിയമം നല്ലതാണ്, എന്നിട്ട് കൃപയുടെ സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്, ഇവർ ഇതുവരെ ഇത് കേട്ടിട്ടില്ല. അവരിതുവരെ ചിന്തിച്ചിരിക്കുന്നത് ഞാൻ നിയമം മുഴുവൻ അനുസരിച്ചാൽ എനിക്ക് രക്ഷ ഉണ്ടാകുമെന്ന. അപ്പോൾ അവരോട് പറയാണ് നീ എത്ര നിയമം പാലിച്ചാലും, നീ എത്ര കാര്യങ്ങൾ, നീ എത്ര പ്രവൃത്തികൾ ചെയ്താലും ഒരിക്കലും നിനക്ക് പരിശുദ്ധനായ ദൈവത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ പ്രവാചകനായ ക്രിസ്തുവിനെ അയച്ചത്, മശിഹായെ അയച്ചത്. എന്തിനു വേണ്ടിയാണ്? എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ. കൃപയാൽ നിങ്ങൾക്ക് അവനിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് രക്ഷ പ്രാപിപ്പാൻ എന്നുള്ളത്. സോ ജീസസ് ദ കൾമിനേഷൻ ഓഫ് ഹിസ്റ്ററി, ജീസസ് ദ കൾമിനേഷൻ ഓഫ് പ്രോഫസി, എന്നിട്ട് അവസാനം പറയുന്നു ജീസസ് ദ ജസ്റ്റിഫയർ ഓഫ് സിനേഴ്സ്. ഇതാണ് പൗലോസിന്റെ പ്രസംഗം. ഇനി നമുക്ക് പോവാം, എങ്ങനെയാണ് ഇവർ പ്രതികരിക്കുന്നത്, അതൊന്ന് പെട്ടെന്ന് നോക്കാം. 42 വാക്യം, വേഴ്സ് 42. അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബ്ബത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് അവർ അപേക്ഷിച്ചു. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിൽ ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ബർണ്ണബാസിനെയും അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. പിറ്റേ ശബ്ബത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾപ്പാൻ വന്നുകൂടി. എന്താണ് പോസിറ്റീവ് റെസ്പോൺസ്? ഒന്നാമത്തെ റെസ്പോൺസ് പോസിറ്റീവ് റെസ്പോൺസ്. എങ്ങനെയാണ് അവർ റെസ്പോണ്ട് ചെയ്തത്? ഒന്ന്, ദേ ഷോഡ് കീൻ ഇൻട്രസ്റ്റ്, ഒന്നുകൂടെ കേൾക്കണം. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇനി അടുത്ത ആഴ്ചയും കൂടെ വന്ന് ഞങ്ങളോട് പ്രസംഗിക്കണം. അപ്പോൾ പ്രത്യേക ഒരു കൃപ പൗലോസിനുണ്ടായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് ഓററ്റർ. വാ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര കാര്യങ്ങൾ. കാരണം ഒന്നാമത് ഗമാലിയലിൻ്റെ പാദവീഴ്ത്തി പഠിച്ചു, അപ്പോൾ വചനം നല്ലതുപോലെ അറിയാം. പിന്നെ ദൈവം നല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് പ്രസംഗിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു ഒന്നുകൂടെ പ്രസംഗിക്കണം, ഒന്നുകൂടെ കേൾക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്ന ഒരു ഭൃത്യൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രസംഗിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്നുകൂടെ കേൾക്കാൻ ആളുകൾക്ക്, ചിലപ്പോൾ നമ്മളൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ ആളുകൾ ഉറങ്ങി തൂങ്ങി, കല്ലെറിഞ്ഞാൽ എഴുന്നേക്കത്തില്ല ചിലരൊക്കെ. കല്ലെറിഞ്ഞ് നമ്മൾ വെടി വെക്കണം പിന്നെ, എന്നാലേ ചിലരൊക്കെ അപ്പം ഞാൻ പറഞ്ഞില്ലേ, എത്ര ഉറക്ക ഗുളിക കൊടുത്തിട്ടും രാത്രി ഉറങ്ങാൻ പറ്റാത്ത പുള്ളികൾ രാവിലെ ചർച്ചിൽ വന്ന് നല്ല കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങും. ഒരു പ്രത്യേക ഗിഫ്റ്റാണ് അല്ലേ ചില പ്രീച്ചേഴ്സിന്, ഒരു പ്രത്യേക ഗിഫ്റ്റാണ് എല്ലാവരെയും ഉറക്കം. പൗലോസ് അങ്ങനെയല്ല. പൗലോസ് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയാം, അയ്യോ അടുത്ത ആഴ്ചയും കൂടെ വരണേ, ഞങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യമുണ്ട്, അടുത്ത ആഴ്ചയും കൂടെ വേണം. അപ്പോൾ ഒന്ന്, ദേ ഷോഡ് കീൻ ഇൻട്രസ്റ്റ്, അതാണ് ഫസ്റ്റ് റെസ്പോൺസ്. 2, ഈ പൗലോസ് പ്രസംഗിച്ചപ്പോഴാണല്ലോ ബെറിയയിലെ വിശ്വാസികൾ പഴയ നിയമം തിരഞ്ഞാൻ പോയത്. നമ്മുടെ മാഴ്സിൽ ഏത്തൻസിൽ ചെന്ന് പൗലോസ് പ്രസംഗിച്ചപ്പോൾ എന്താ പറഞ്ഞേ? ഇനി ഞങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കണം. 2, ദേ വർ പെർസിസ്റ്റന്റ്. ചിലർ അവരോട് കൂടെ പോയി. പൗലോസും ബർണ്ണബാസും ഇറങ്ങിപ്പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾ യേശുവിൻ്റെ പിന്നാലെ ഇങ്ങനെയല്ലായിരുന്നു ആളുകൾ. കുറേ പേര് ഉപദ്രവിക്കുമെങ്കിലും കുറച്ച് പേര് വന്നിട്ട് പറയും, ഗുരു നീ പോകുന്നിടത്ത് ഞങ്ങളും അങ്ങ് പോകും എന്ന് പറഞ്ഞ പോലെ അവർ പെർസിസ്റ്റന്റ് ആയിരുന്നു. ഒരു വിശ്വാസി, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം ഈസ് പെർസിസ്റ്റൻസ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അതുകൊണ്ടാണ് ശൗൽ അവരോട് സംസാരിച്ച് ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ ഉത്സാഹിപ്പിച്ചു. ഒരുവൻ ക്രിസ്തുവിലാണെന്നുള്ളത് എങ്ങനെ അറിയാം? അവൻ ക്രിസ്തുവിൻ്റെ കൃപയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ദാറ്റ് ഇസ് എ മാർക്ക് ഓഫ് എ ട്രൂ ബിലീവർ. അവൻ ഇന്നലെ വന്നൊരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ല, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 5 വർഷം കഴിഞ്ഞു, 10 വർഷം കഴിഞ്ഞു, 15 വർഷം കഴിഞ്ഞു, 20 വർഷം, അവൻ കൃപയിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. ദൈവ പെർസിസ്റ്റന്റ്, അതാണ് 2. 3, പിറ്റേ ശബ്ദത്തിൽ എന്ത് സംഭവിച്ചു? ഏകദേശം പട്ടണം മുഴുവൻ
പൗലോസിനെ കേൾപ്പാൻ വന്നു. ഒന്ന് നോക്കിയേ, ആദ്യം ചെറിയൊരു കൂട്ടരോട് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഉള്ളിൽ ഭയങ്കര ആഗ്രഹം, ഒന്നുകൂടെ വരണമെന്ന് പറഞ്ഞു. ചിലർ അവനെ അനുഗമിച്ചു. അടുത്ത ആഴ്ച പൗലോസ് പ്രസംഗിച്ചപ്പം കൂടുള്ളവരെല്ലാം ചെന്ന് നാട് നീളെ ആളുകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വരണം, പട്ടണം മുഴുവനും സുവിശേഷം കേൾക്കുവാൻ അവിടെ വന്നു. അപ്പോൾ ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസാണ്. പ്രിയമുള്ളവരെ, ഈ പോസിറ്റീവ് റെസ്പോൺസ് കേൾക്കുമ്പോൾ നമ്മൾ സ്തോത്രം ഹല്ലേലൂയ പറയും. പക്ഷെങ്കിൽ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ് നെഗറ്റീവ് റെസ്പോൺസൂടെ. അതുകൂടെ നമ്മൾ ഏൽക്കാൻ വേണ്ടി തയ്യാറാകണം. എല്ലാവരും നമുക്ക് വേണ്ടി കൈയടിച്ച് എല്ലാവരും നമ്മുടെ പ്രസംഗം കേൾക്കണമെന്നല്ല. ചിലരൊക്കെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ എവിടെ സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടുന്നോ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് റെസ്പോൺസും ഉണ്ട്. എന്താണ് നെഗറ്റീവ് റെസ്പോൺസ്? 45-ാമത്തെ വാക്യം. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നതിന് എതിർ പറഞ്ഞു. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട്, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു. അപ്പോൾ ആദ്യം എന്തായാലും യഹൂദന്മാരോട് പറഞ്ഞു, പള്ളികളിൽ ചെന്ന് പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ ജാതികളിലേക്ക് പോവുക. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷ ആകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് നല്ലതാണ്, അതിനോട് ചേർന്ന് വന്നത് ശ്രദ്ധിച്ചോണം. നെഗറ്റീവ് എവിടെ നിന്നാണ് നെഗറ്റീവ് റെസ്പോൺസ് വന്നേ? അകത്തുള്ള പുള്ളികൾ. അതിൻ്റെ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചോ? അസൂയ, എൻവി. ഞങ്ങൾ പ്രസംഗിച്ചപ്പോൾ ആകെ 3 പേരെ ഉള്ളായിരുന്നു, നിങ്ങൾ പ്രസംഗിച്ചപ്പോൾ ദാണ്ട് പട്ടണം മുഴുവൻ പ്രസംഗം കേൾക്കാൻ വന്നു. അസൂയ അല്ലയോ? അതുകൊണ്ട് പിടിച്ചു പുറത്താക്കി. എന്നാൽ അവർ പ്രസംഗിക്കുമ്പോൾ ആളുകൾ ഉറങ്ങി തൂങ്ങുക കാര്യം ചിന്തിക്കുന്നില്ല. ഏതാ? പൗലോസും ബർന്നബാസും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പട്ടണം മുഴുവൻ അസൂയ. ഇന്നും അകത്തുനിന്ന് വരുന്ന പ്രശ്നങ്ങളുടെ ഒന്നാമത്തെ കാരണം അസൂയ. ഇറ്റ് ഈസ് ജലസി. ജലസി ആദ്യത്തെ പ്രശ്നം. 2, ഒരു ശകലം പോലും ടോളറൻസ് ഇവർ കാണിച്ചില്ല. കാരണം ഇവർ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാതികളും വന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചോട്ടെ, ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയാ? അബ്രഹാമിനോട് പറഞ്ഞു, നിന്നെ ഞാൻ ജാതികൾക്കൊരു അനുഗ്രഹമാക്കും എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല ഇസ്രായേലിനാണ്. അവർ ഫെയിലായി. അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ദൈവം, ഇത് ഞങ്ങളുടെ ഗോത്ര ദൈവം, ഞങ്ങൾക്ക് സെൽഫിഷ്. അപ്പോൾ പെട്ടെന്ന് ജാതികളുടെ ഇടയിൽ നിന്ന് ആളുകൾ വന്ന് വിശ്വസിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് പറ്റത്തില്ല. യഹൂദന്മാർ മാത്രം ആരാധിച്ചാൽ മതി. നമ്മളും ഇങ്ങനെയല്ല പലപ്പോഴും. നമ്മുടെ ആളുകൾ വന്നാൽ മതി, നമ്മുടെ കൂട്ടത്തിൽ പിടിച്ചു നിൽക്കുന്നവരെ നിന്നാൽ മതി, ബാക്കിയുള്ള ആരും വേണ്ട. അപ്പോൾ അസൂയ 1. 2, കൂടെ അടുത്തിരിക്കുന്ന, രാവിലെ പള്ളി വന്നപ്പോൾ അടുത്തിരിക്കുന്ന പുള്ളി നമ്മുടെ കൂട്ടത്തിൽ പെടുന്ന പാർട്ടിയല്ല. അപ്പോൾ അങ്ങനെയുള്ളവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അങ്ങ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് പലപ്പോഴും ഇങ്ങനെയാണ് പല അവസ്ഥകളും. അത് കഴിഞ്ഞ് അവരവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി. മാന്യ സ്ത്രീകൾ, നല്ല ഡീസൻ്റായിട്ട് ജീവിച്ച റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ അവിടെ ജീവിക്കുന്നു, അവരുടെ ഇടയിൽ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി. അവരോട് ചെന്ന് അതും ഇതും എല്ലാം കുശുകുശുപ്പും കുന്നായ്മ എല്ലാം പറഞ്ഞ് ഇവരെ നിങ്ങൾ പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞ് അവസാനം ഇവരെ പിടിച്ച് പുറത്താക്കി. അപ്പോൾ ഈ 4 കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. മറ്റേ നമ്മൾ കണ്ടു, വലിയ സന്തോഷം, ഭയങ്കരമായിട്ട് ആളുകൾക്ക് താല്പര്യമുണ്ടായി, ആളുകൾ വീണ്ടും വരണമെന്ന് പറഞ്ഞു, പിന്നെ ചിലർ അവരെ പിന്തുടർന്നു, പിന്നെ പട്ടണം മുഴുവൻ അവരെ കേൾക്കാൻ വന്നു. അതിനോട് ചേർന്ന് അസൂയ, ജാതികളെ അകത്തോട്ട് കയറ്റാൻ പറ്റാത്തൊരു മനോഭാവം, ഒരു റേസിസ്റ്റ് മനോഭാവം. അതിനുശേഷം ഈ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ, മാന്യ സ്ത്രീകളുടെ ഇടയ്ക്കും പുരുഷന്മാരുടെ ഇടയിൽ ചെന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, കുറേ റൂമറും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതങ്ങ് ശരി. അവസാനം അവരെ പിടിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വല്ലതും നിർത്താൻ പറ്റുമോ? എന്താണ് സംഭവിച്ചത്? 59-ാമത്തെ വാക്യം. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവർ ആയി തീർന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇക്കോന്യയിലേക്ക് പോകുന്നതിന് മുമ്പ് കർത്താവ് അവരോട് പറഞ്ഞതുപോലെ അവരുടെ ചെരുപ്പിലെ പൊടി അവർ തട്ടിക്കളഞ്ഞു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് നിർത്തി. പക്ഷെങ്കിൽ
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇനി നമ്മൾ ഇതിൽ ആവർത്തിച്ച് കാണും, ഈ ഉപദ്രവവും അവരെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഇവരുടെ മനോഭാവം നിങ്ങൾ കണ്ടോ? ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവർ ആയി തീർന്നു. അടിച്ച് പുറത്താക്കിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ നിറവും. ഇത്രയേ ഉള്ളൂ കാര്യം, സിമ്പിൾ. They were filled with joy and they were filled with the Holy Spirit. പ്രിയമുള്ളവരെ, ഈ കാലത്ത് നമുക്ക് വേണ്ടിയ രണ്ട് കാര്യങ്ങളാണ്. We have to be filled with joy and we have to be filled with the Holy Spirit. എന്തെങ്കിലുമൊക്കെ പ്രതികൂലമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, സങ്കടമാണ്, ശരിയാണ്, ഇതൊന്നും ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷെങ്കിൽ ഒരു അസാധാരണമായ സന്തോഷം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കും. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കിപ്പോഴാണ്. അതുകൊണ്ട് ഒരു തടസ്സം വന്നതുകൊണ്ടോ ആളുകൾ പിടിച്ച് പുറത്താക്കിയത് കൊണ്ടോ അവിടെ കുറെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് കൊണ്ടോ സുവിശേഷം ആർക്കും പിടിച്ചു നിർത്താനൊക്കത്തില്ല. സുവിശേഷം ഇനിയും ഭൂമിയുടെ അറ്റത്തോളം പരക്കാൻ പോവുകയാണ്. അവർ ഇക്കോന്യയിലേക്ക് അടുത്ത അസൈൻമെൻറ്റുമായിട്ട് പോയി. എന്നാൽ പിന്നെ ഇനി ഈ പരിപാടിക്ക് പോകണ്ട, എന്നാൽ നിർത്തിയേക്കാമെന്ന് പറഞ്ഞല്ല പൗലോസ്. കാരണം പൗലോസിന് അറിയാം കർത്താവ് അവനെ എന്തിനു വേണ്ടിയാണ് വിളിച്ചത്. ഈ വേല തീർക്കുവോളം പൗലോസ് ഓടിയേ മതിയാവും. എന്നിട്ട് അവസാനം ഓടി തീർക്കുകയും ചെയ്യും. അപ്പോൾ അതോടെ നമ്മുടെ 13-ാമത്തെ അധ്യായം നമുക്ക് കഴിഞ്ഞു. കുറേ നല്ല മാതൃകകൾ നമുക്ക് മനസ്സിലായി. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് പൗലോസിൻ്റെ ഫസ്റ്റ് മിഷണറി യാത്ര തുടങ്ങുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം, 10 years ഓഫ് പ്രിപ്പറേഷൻ. എന്നാൽ ഒരു ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ പെടുന്ന ഒരു സഭയുടെ പ്രത്യേകത, ദേ റീഡ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദേ ഒബേ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം പഠിക്കുന്നു, അവർ ദൈവവചനം അനുസരിക്കുന്നു. അങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ തടസ്സം ഉറപ്പാണ്. തടസ്സങ്ങൾക്കൊന്നും കുറവ് കാണത്തില്ല. അത് കള്ളപ്രവാചകന്മാർ കാണും, പല തടസ്സങ്ങൾ കാണും. എന്നാൽ ആ തടസ്സത്തെ ദൈവം വലിയ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നു. സെർഗ്യോസ് പൗലോസ് കർത്താവിൽ വിശ്വസിക്കുന്നു. കുടുംബസമേധ്യ സകലരും കർത്താവിൻ്റെ പാദത്തിങ്കിലേക്ക് വരുന്നു. പിന്നെ അവർ മുന്നോട്ട് പോകുന്നു. പുറത്തെ പ്രശ്നങ്ങൾ മാത്രമല്ല, അകത്തെ പ്രശ്നം കൂടെ നടന്നവർ ഇട്ടേച്ചു പോകുന്ന അനുഭവം. കർത്താവിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ കൂടെ നടന്നവർ ഇട്ടേച്ചു പോകും. എന്നാലും നിർത്തരുത്, ഓട്ടം മുന്നോട്ട് തന്നെ പൊക്കോണ്ടിരിക്കണം. ദുർഘടകരമായ അവസ്ഥകൾ, ദുർഘടകരമായ വഴികൾ, അതിലൂടെ എല്ലാം പൗലോസും ബർണ്ണബാസും ശിഷ്യന്മാരും മുന്നോട്ട് പോകുന്നു. അവസാനം അവർ ചെന്ന് പ്രസംഗിക്കുന്നത് കാരണം പാഫോസിൽ അനേകർ കർത്താവിങ്കിലേക്ക് വരുന്നു. ജാതികൾ സന്തോഷിക്കുന്നു, പരീശന്മാർക്ക് പ്രയാസമുണ്ടാകുന്നു. എന്നാൽ ഈ അസൂയ, ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും ഇവരിത് കാരണം ഒന്നും നിർത്തുന്നില്ല. അവർ മുന്നോട്ട് തന്നെ ഇപ്പോൾ ഇക്കോന്യയിലേക്ക്, അടുത്ത സിറ്റിയിലേക്ക്, അടുത്ത ട്രിപ്പിലേക്ക് പോകുന്നു. അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷം മുന്നോട്ട് പോകുന്നു. ഓൾറൈറ്റ്, നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിനായിട്ട് സ്തോത്രം, പൗലോസിനായിട്ട് സ്തോത്രം, നിന്റെ പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ സകല സത്യത്തിൽ നയിക്കുന്ന നിന്റെ പരിശുദ്ധാത്മാവിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവ് പറയുന്നത് കേൾപ്പാനുള്ള ചെവിയും കർത്താവ് പറയുന്നത് അനുസരിക്കാനുള്ള ഹൃദയവും ഞങ്ങൾക്ക് തരണമേ. ലോർഡ്, വി വോണ്ട് ടു ഹിയർ യുവർ വോയിസ് ആൻഡ് വി വോണ്ട് ടു ഒബേ യുവർ വോയിസ്. ഇത് രണ്ടും ഞങ്ങൾക്ക് തരണം. കേട്ടിട്ട് കർത്താവെ കേൾക്കാത്തതുപോലെ നടക്കാനല്ല. എന്തെങ്കിലും കർത്താവ് ഞങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായി അനുസരിക്കാനുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സുവിശേഷത്തെ പിടിച്ചു നിർത്തുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. അതുകൊണ്ട് ശക്തിയോടെ ബലത്തോടെ മുന്നേറുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഇനിയുള്ള സമയം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്ന കൃപയോടെ കേൾക്കണമേ.